ഇതാണ് ആ പഴയ മുംബൈ ടീം. ശക്തമായിട്ട് അവർ കളിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് പഞ്ചാബിനെതിരെ മികച്ച വിജയമാണ് മുംബൈ ടീം സ്വന്തമാക്കിയിരിക്കുന്നത്. പഞ്ചാബ് ശരിക്കും നാണം കെട്ടു. ബാറ്റിംഗിൽ മാത്രമല്ല ബൗളിംഗിൽ മുംബൈ മിന്നി തിളങ്ങി. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ടീം മികച്ച പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. പഞ്ചാബ് ടീമിന് മുംബൈയുടെ ബൗളിംഗിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. 14 റൺസിൽ തന്നെ 4 വിക്കറ്റ് പഞ്ചാബിന്റെ പോയിട്ടുണ്ടായിരുന്നു. നാണംകെട്ട തോൽവിയാണ് പഞ്ചാബ് ഇന്ന് ഏറ്റുവാങ്ങിയത്. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് മുംബൈ ആയിരുന്നു. അവർക്ക് നല്ലൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. പക്ഷേ ഇഷാൻ കിഷൻ ഫോമായില്ല. അത് മുംബൈക്ക് പണി തന്നെയാണ്. പക്ഷേ രോഹിത് ശർമ്മ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. രോഹിത്തും സൂര്യയും കൂടി മുംബൈ ടീമിനെ മുന്നോട്ട് നയിച്ചു. സൂര്യ ഇന്ന് മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. 78 റൺസ് സൂര്യ ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടി. തിലക് വർമ്മയും കൂട്ടായിട്ട് കളിച്ചു. രോഹിത് 36 റൺസും എടുത്തു. ഇതോടുകൂടി കൂറ്റൻ ടാർഗറ്റാണ് മുംബൈ ടീമിന് ഇന്ന് ലഭിച്ചത്. 20 ഓവറിൽ 192 റൺസാണ് മുംബൈ ടീം അടിച്ചുകൂട്ടിയത്. പഞ്ചാബിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ടാർഗറ്റായിരുന്നു. ഈ ഒരു പിച്ചിൽ ഈ ടാർഗറ്റ് മറികടക്കാൻ ഈസിയല്ല. അതുകൊണ്ട് പഞ്ചാബ് വേഗത്തിൽ കളിച്ചു. എന്നാൽ പഞ്ചാബിന് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആദ്യ ഓവറിൽ തന്നെ അവരുടെ ഓപ്പണറെ നഷ്ടമായി. രണ്ടാം ഓവറിൽ അടുത്ത വിക്കറ്റ് പോയി. തുടരെ വിക്കറ്റ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. 14 റൺസിൽ 4 വിക്കറ്റ് പഞ്ചാബിന്റെ പോയി. മുംബൈയുടെ ബൗളിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും മികച്ച ബൗളിംഗ് ആണ് മുംബൈ ടീം ഇന്ന് കാഴ്ചവെച്ചത്. ബാറ്റിംഗിലും ബൗളിംഗിലും മുംബൈ ടീം ശക്തമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ പ്ലേ ഓഫിൽ എത്താൻ സാധിക്കും. പഞ്ചാബിനെതിരെ ചരിത്ര വിജയമാണ് മുംബൈ ടീം ഇന്ന് നേടിയത്. പഞ്ചാബ് മുംബൈ ടീമിനെ ഒരു എതിരാളി പോലുമല്ലായിരുന്നു. ഈസി ആയിട്ടാണ് അവർ കളി ചെയ്തത്. മുംബൈ പ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഇന്ന് തോറ്റെങ്കിൽ അത് മുംബൈക്ക് പണിയായേനെ. തോറ്റത് കൊണ്ട് തന്നെ പഞ്ചാബ് ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.